ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ്. എവിടെയാണെന്ന് ക്യാപ്ഷൻ കണ്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ കണ്ണൂർ ഇപ്പം വൈശാഖ മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊട്ടിയൂർക്കാണ് ഈ യാത്ര. കൊട്ടിയൂർ മാത്രമല്ല പോവുക, വേറെ എക്സ്ട്രാ ഒരു 5-6 അമ്പലത്തിലും നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ രാത്രി 12 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 12:30 ആകുമ്പോൾ ബസ് എടുത്തിട്ടുണ്ട്. ഒരു 3:10 ആകുമ്പോൾ നമ്മൾ അവിടെ എത്തി, കൊട്ടിയൂർ എത്തിയിട്ടുണ്ട്. നോക്കുമ്പോൾ ഫുൾ വണ്ടിയാണ്, ഭയങ്കര തിരക്ക്. ഇപ്രാവശ്യം നമ്മൾ നേരത്തെയാണ്, കുറച്ചുകൂടി നേരത്തെ വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ് എന്നുള്ള ന്യൂസ് കേട്ടതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കുറച്ചുകൂടി നേരത്തെയാണെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ വെള്ളം ഭയങ്കര കുറവായിരുന്നു. മഴ ഇപ്രാവശ്യം അങ്ങനെ കിട്ടിയതില്ലല്ലോ. അതിനെക്കൊണ്ട് കുറച്ച് ആൾക്കാർക്ക് കുളിച്ച്, കുറച്ച് ആൾക്കാരൊന്നും കുളിച്ചില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കയറിയത്. വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാണ് എല്ലാവരും വന്നതൊക്കെ. അപ്പം നമ്മൾ അവിടെ കയറി തൊഴുതു. ഒരു 3:45 മുതൽ 4:45 വരെ നമ്മൾ ക്യൂവിൽ നിന്ന്. നല്ല തിരക്കായിരുന്നു. കർണാടകയിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് ഫുൾ ആൾക്കാരായിരുന്നു ഉള്ളത്. അപ്പം പിന്നെ വെള്ളവും കുറവാണ്. എനിക്ക് വെള്ളമുള്ളതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒരു നൊസ്റ്റുമാണ് അമ്പലം. പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴും ഇങ്ങനെ പോയി പിന്നെ കഴിഞ്ഞ കൊല്ലം ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഇക്കൊല്ലം പോയി. അതിൻ്റെ 3-4 കൊല്ലം മുന്നൊന്നും ഞാൻ പോയിട്ടേ ഇല്ല കോളേജിൽ. അതിനെക്കൊണ്ട് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ തൊഴുത്, ഇക്കരെ കൊട്ടിയൂരും ഒക്കെ തൊഴുത്. പിന്നെ അവിടെ നിന്ന് ചായ കുടിച്ച്, മസാല ദോശ അങ്ങനെ എന്തോ ആണ് അമ്മ മേടിച്ചത്. അമ്മേൻ്റെ ഞാൻ കുറച്ച് കഴിച്ച്, വടയും കുറച്ച് കഴിച്ച്. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുറത്തുനിന്ന് ചായ കുടിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല. പിന്നെ ഡ്രസ്സിങ് ചേഞ്ചിങ് റൂമിലൊക്കെ ഭയങ്കര തിരക്കാനെക്കൊണ്ട് ഞാൻ ബസ്സിൽ നിന്ന് ഡ്രസ്സ് അങ്ങ് മാറി. ബാക്കിയുള്ളവരൊക്കെ റൂമിലൊക്കെ പോയി മാറി. അത് കഴിഞ്ഞ് കുറച്ച് ആൾക്കാർ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അവരൊക്കെ വെയിറ്റ് ചെയ്ത്. അവിടുന്ന് നേരെ നമ്മൾ പോയത് മൃദംഗശൈലേശ്വരി അമ്പലത്തിലാണ്. കണ്ണൂർ തന്നെയാണ് ഈ അമ്പലമൊക്കെ വരുന്നത്. അപ്പം നമ്മൾ അവിടെയുള്ള കുറേ ഫേമസ് ആയ അമ്പലത്തിലേക്കൊക്കെയാണ് പോയത്. എല്ലാ കൊല്ലവും ഈ അമ്പലത്തിലും ഇനി നമ്മൾ വരാൻ പോകുന്ന എല്ലാ അമ്പലത്തിലും പോകുന്നതാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടൂർ പോകുമ്പോൾ നമ്മളൊരു 4-5 അമ്പലം കവർ ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെ പോകുമ്പോഴേ ഞാൻ ഈ അമ്പലമൊക്കെ കാണാറുള്ളൂ. പിന്നെ കഴിഞ്ഞ കൊല്ലം എനിക്ക് എന്തോ ഭാഗ്യത്തിന് പോകാൻ പറ്റി. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ മുന്നത്തെ 3-4 കൊല്ലം വരെ ഞാൻ കോളേജിൽ എനിക്കിടയ്ക്ക് പോകാൻ പറ്റില്ല. പിന്നെ കൊറോണ ആയിരുന്നു അതിൻ്റെ മുന്നേ. അപ്പം അതിൻ്റെ മുന്നേ പണ്ട് ഞാൻ പോയതാണ്. പിന്നെ കഴിഞ്ഞ കൊല്ലം ഞാൻ പോയി. അപ്പോഴാണ് ഞാൻ ഈ മൃദംഗശൈലേശ്വരി അമ്പലമൊക്കെ ഞാൻ കാണുന്നത് ആദ്യമായിട്ട്. ഇവിടെയൊക്കെ പോകലുണ്ടെന്ന് എനിക്കറിയില്ലേനു. പണ്ടൊക്കെ നമ്മൾ കൊട്ടിയൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൊട്ടിയൂർ നമ്മളൊരു 6 മണിയൊക്കെ ആകുമ്പോൾ എത്തും. അത് കഴിഞ്ഞ് അവിടെ തൊഴുത് 8 മണിക്കാകുമ്പോൾ ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോവുക പെരളശ്ശേരിക്കാണ്. പിന്നെ പെരളശ്ശേരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ തിരിക്കും മുത്തപ്പൻകാവിലേക്ക്. പിന്നെ മുത്തപ്പൻകാവിൽ നിന്ന് പിന്നെ നമ്മൾ മറ്റേ സ്നേക്ക് പാർക്കില്ലേ, അവിടെയും ഒന്ന് കയറും. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലൊരു 8-8:30 ആകുമ്പോഴത്തേക്ക് എത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ കാലം മാറിയല്ലോ, നമ്മളൊരു 5-6 അമ്പലം എക്സ്ട്രാ എടുത്തു. അങ്ങനെ മൃദംഗശൈലേശ്വരി അമ്പലം എന്നൊക്കെ നല്ലോണം തൊഴുതിട്ടൊക്കെ നമ്മൾ വേഗം കയറി. പിന്നെ ബസ്സിൽ നിന്ന് എല്ലാവരും കുറേ ബേക്കറിയൊക്കെ മേടിച്ചതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പിന്നെ കഴിച്ച്. പിന്നെ നമ്മളിനി അടുത്തതായിട്ട് പോകാൻ പോകുന്നത് മാമാനംകുന്ന് എന്നൊരു അമ്പലമാണ്. ആ അമ്പലയ്ക്ക് ഇപ്പോഴും ഓർമ്മ. കഴിഞ്ഞ കൊല്ലം എത്ര നേരം അവിടെ ക്യൂ നിന്നേന്ന് അറിയും. ഈ സ്റ്റെപ്പ് മൊത്തം ക്യൂ തന്നെയാണ് നിന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എത്തിയ സമയം അവിടെ എന്തായിരുന്നു, എന്തോ ഒരു പൂജ നടക്കുന്നതിനെ കൊണ്ട് ഭയങ്കര ക്യൂ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെയായിരുന്നു ഫുഡ് കഴിച്ചത്. ഈ വട്ടം ഇവിടെ തന്നെയാണ് ഫുഡ് കഴിച്ചത്. ഈ വട്ടം അങ്ങനെ തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ അമ്മയ്ക്ക് ചെരുപ്പില്ല. അമ്മേൻ്റെ ചെരുപ്പ് ആരോ എടുത്തോണ്ടോ എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ടൗണിലേക്ക് ഒരു 10 മിനിറ്റ് നടക്കാനുള്ളതിനെ കൊണ്ട് ഞാനും അമ്മയും കൂടി നേരെ ടൗണിൽ പോയി ചെരുപ്പൊക്കെ മേടിച്ചിട്ടാണ് തിരിച്ചെത്തിയത്. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് അമ്പലമായ മുത്തപ്പൻകാവിലേക്കാണ് നമ്മൾ പോണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുത്തപ്പൻകാവ്. എന്താണെന്ന് അറിഞ്ഞൂടാ, എന്താണെന്ന് ചോദിക്കുകയും ചെയ്യരുത്. പക്ഷെ എനിക്ക് എന്തോ ഒരു ഫീലിങ്സ് ആണ് ഇവിടെ വരുമ്പോൾ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു അമ്പലം തന്നെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫീലിങ്സ് ആണ്. എന്നിട്ട് ഞാൻ എന്ത് വിചാരിച്ച്, ഇവിടുന്ന് ഫുൾ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, പിന്നെന്താ കുറേ സാധനം മേടിക്കാം, എന്തൊക്കെയോ പ്ലാനിങ്ങിലാണ് ഈ അമ്പലം ഞാൻ ലക്ഷ്യമിട്ട് വന്നത്. പക്ഷേ മഴ ചതിച്ചു ഗൈസ്. മഴ കാരണം എനിക്ക് അത്ര ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഉള്ള ഫോട്ടോസും എടുത്തെടുത്ത് പിന്നെ അമ്മയും ഞാനൊരു ഫോട്ടോ എടുത്ത്. എൻ്റെ ഒരു സിംഗിൾ ഫോട്ടോ അമ്മയ്ക്ക് എൻ്റെ ഒരു ടൈപ്പ് അല്ലല്ലോ, അതിനെക്കൊണ്ട് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടോന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ഒരു ഇത്. പിന്നെ നമ്മൾ മമ്പയറും പിന്നെ മറ്റേ തേങ്ങാപ്പൂളും ചായയും കഴിക്കാൻ വന്ന്. ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ മമ്പയറും തേങ്ങാപ്പൂളും കഴിക്കാനൊക്കെ. അങ്ങനെ ഞാനും അമ്മയൊക്കെ കഴിച്ച്. ഷോപ്പിങ്ങിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഞാനൊന്നും മേടിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും വിചാരിച്ചൊന്നും മേടിക്കൂല. അമ്മ എന്തൊക്കെ മേടിച്ച്. പിന്നെ നമ്മൾ നേരെ പോയത് പെരളശ്ശേരി അമ്പലത്തിലേക്കാണേ. ഞാൻ പറഞ്ഞല്ലോ, പെരളശ്ശേരി അമ്പലമൊക്കെ ആയിരുന്നു പണ്ട് പോവാറെന്ന്. എന്നിട്ട് കഴിഞ്ഞ കൊല്ലം ഇവിടെ പോയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ അമ്പലത്തിൽ എക്സ്ട്രാ പോകുന്നതിനെ കൊണ്ട് ഇവിടെ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം എല്ലാവർക്കും പെരളശ്ശേരി പോകണം എന്നാണ് എന്നെക്കൊണ്ട് വൈകുന്നേരമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുട്ട അർപ്പിക്കുന്നൊരു സംഭവമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർപ്പത്തിന്. അപ്പോൾ ഇവിടുന്നും പിന്നെ വീടിൻ്റെ അടുത്തുള്ള തച്ചങ്കണ്ടി അമ്പലത്തിൽ നിന്ന് മാത്രമേ ഞാൻ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാറുള്ളൂ. എന്തോ അത് അമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനെ കൊണ്ട് എനിക്ക് ഇവിടെ വന്നാൽ ചെയ്യണം എന്നുള്ളൊരിതാണ്. അപ്പോൾ അമ്മ ഒരു കെടാവിളക്കും കത്തിച്ച്, ഞാൻ പിന്നെ മുട്ട അർപ്പിക്കുന്ന ആ ഒരു സംഭവം ചെയ്ത്. പിന്നെ അടിപൊളി കുളം കണ്ടില്ലേ, നല്ല രസമല്ലേ കുളം കാണാൻ. ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് മടിയാണ് ഗൈസ്. നേരെ തിരിച്ച് ബസ്സിൻ്റെ അടുത്തെത്തിയപ്പം എല്ലാവരെയും വക ചായ ഉണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ എല്ലാവരും കൊണ്ടുവന്ന ബേക്കറിയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതിരിക്കൂട്ടം മേടിച്ച
ബാൻഡാണിത്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തിയാണ്. എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുള്ള ഫാൻസാണ്. അപ്പം വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അങ്ങനെ നമ്മളെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനി നമുക്ക് DJ മൂഡാണ്. വീട്ടിൽ പോയിട്ട് ആർക്കും രാത്രി ഫുഡ് ഉണ്ടാക്കാൻ കഴിയാത്തതിനെ കൊണ്ട് നമ്മൾ പാർസലൊക്കെ മേടിച്ചിട്ടാണ്. പിന്നെ നമ്മൾ അങ്ങനെ ഒരു 9-9:45 ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്.